മിഷീനോട് മുകളിൽ കൊടുക്കണൊക്കെ എപ്പോഴും നല്ലതാണ്. കാരണം ടയറിനൊന്നും സംഭവിക്കില്ല. എന്തായാലും ഇതിപ്പോൾ അമ്മാനുള്ള ഇത് എവിടെ സ്ഥലം ഇതിൻ്റെ ഒറ്റപ്പിലാവാ? ഒറ്റപ്പിലാവ്. ഒറ്റപ്പിലാവിലത്തെ ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ. കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പി റോഡ് പോണ റോട്ടിൽ ഒറ്റപ്പിലാവ് എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ടയർ ഇട്ടാൽ മതി. ഞാനൊരു ഗ്രിപ്പ് ടൈപ്പ് എടുത്തിക്കണത്. ഇതുപോലത്തെ ഗ്രിപ്പ് ടൈപ്പ് ഞാൻ എടുത്തിക്കണേട്ടാ. നമുക്ക് ഓഫ് റോഡ് ഓൺ റോഡൊക്കെ ഓടാൻ പറ്റിയ സാധനമാണ്. നല്ല ഗ്രിപ്പ് ഉണ്ട്, അത്യാവശ്യം റബ്ബറും ഉണ്ട്. പിന്നെ ഈ സാപ്പർ പോലത്തെ ടയറൊക്കെ ആണെങ്കിൽ എന്താ. ഹായ് ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ഒരു ടയർ ഷോപ്പിലുള്ള കേട്ടോ. നമ്മുടെ വണ്ടര ടയർ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നൂലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഈ ടയറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും സുരക്ഷ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ മോശമാകുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ നൂല് കണ്ട സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, അത് മാറ്റി വെച്ചിട്ട് ഒരു ടയർ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ടയർ പല ടൈപ്പുകളുണ്ട്. ഗ്രിപ്പ് ടൈപ്പ് ഉണ്ട്, ക്രോസ് ടൈപ്പ് ഉണ്ട്, സാപ്പർ ടൈപ്പ് ഉണ്ട്, പല ടൈപ്പ് ടയറുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടയറുകളൊക്കെ വാങ്ങാം. അത് എല്ലാം ഉള്ള ഷോപ്പിൽ കയറാണ് നല്ലത്. ഞാൻ എൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ടയർ ഇതാണ്. ഞാൻ ഈ ടയറാണ് മാറ്റാറായത്. ഇതാണ് സാപ്പർ ടൈപ്പ് ഉണ്ടാ. ഇതുപോലെ സാപ്പർ ടൈപ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. മാക്സിമം ഓടിയിട്ടുണ്ട്. ഓടിയതിൻ്റെ ശേഷം നൂല് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നൂല് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ഡേഞ്ചർ പരിപാടിയാണ്. ഈ നൂലൊക്കെ കണ്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ നൂല് അറിഞ്ഞവരോട് പൊട്ടിയിട്ട് വഴി നിൽക്കും. വലിയൊരു അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാവർക്കും ടയറിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ആദ്യം നമ്മൾ സുരക്ഷ വെച്ചണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ടയർ മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ടയർ ഇങ്ങനെ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ അധികം വെച്ചുകൊണ്ടിരിക്കരുത്, ഉടൻ തന്നെ മാറ്റിക്കൊള്ളണം കേട്ടോ. ഇപ്പോൾ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ടയർ അധികം ഓട്ടമൊന്നും ഇല്ല ഇവിടെ വന്നാൽ, പിന്നെ കുറഞ്ഞ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നൂലൊക്കെ കണ്ട സ്ഥിതിക്ക് വെച്ചേക്കേണ്ട ചില മാറ്റമാണ്. അപ്പോൾ ടയറുകൾ ഇതുപോലെ ടോളിൻസിൻ്റെ ടയറുകളുണ്ട്, നല്ല ഗ്രിപ്പ് കട്ടാണ്. പിന്നെ സിയറ്റിൻ്റെ ടയറുണ്ട്, 5 വർഷം വാറണ്ടിയൊക്കെ ഉള്ള. പിന്നെ സിയറ്റിൻ്റെ ഉണ്ട്, TVSൻ്റെ ഉണ്ട്, അങ്ങനെ പല കമ്പനിയുടെ ജാക്കേൻ്റെ ഉണ്ട്. പിന്നെ ഡൺലപ്പിൻ്റെ ടയർ, അങ്ങനെ പല ടയറുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണുകളൊക്കെ നോക്കി തിരഞ്ഞിട്ട് എടുത്താൽ മതി. ഞാനൊരു ഗ്രിപ്പ് ടൈപ്പ് എടുത്തിക്കണത്. ഇതുപോലത്തെ ഗ്രിപ്പ് ടൈപ്പ് ഞാൻ എടുത്തിക്കണേട്ടാ. നമുക്ക് ഓഫ് റോഡ് ഓൺ റോഡൊക്കെ ഓടാൻ പറ്റിയ സാധനമാണ്. നല്ല ഗ്രിപ്പ് ഉണ്ട്, അത്യാവശ്യം റബ്ബറും ഉണ്ട്. പിന്നെ ഈ സാപ്പർ പോലത്തെ ടയറൊക്കെ ആണെങ്കിൽ എന്താ, ഇതുപോലത്തെ സാപ്പർ പോലത്തെ ടയറൊക്കെ ആണെങ്കിൽ ഈ സെൻട്രൽ ലെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഓടാൻ കിട്ടൂല. കണ്ടോ, ഈ സെൻട്രൽ ലെയർ ഓടി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ സെൻട്രൽ ലെയർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ല. അത് മാക്സിമം നമുക്ക് റബ്ബറുള്ള സ്ഥിതി കുറച്ച് അധികം ഓടിക്കാൻ പറ്റും. നല്ല ടോളിങ്സ് റിസോൾ ടയർ കൊടുക്കുന്ന കമ്പനിയുടെ ത്രെഡാണിത്. അപ്പോൾ എന്തായാലും ഞാനിത് സജസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചെങ്കിൽ ഇടാം. നിങ്ങളുടെ മോഡൽ അനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ടയർ മാറ്റുന്നതെന്ന് നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏത് ടയർ ഇടണം, എവിടെ പോയി മാറ്റണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിടാം. പിന്നെ സിയറ്റിൻ്റെ ഒരു ടയർ കാണാണ്ട് കണ്ടോ. ഇത് സിയറ്റിൻ്റെ അടിപൊളി കട്ട കണ്ടോ, നല്ല കട്ട, നല്ലൊരു ഒതുങ്ങിയ കട്ട. ഇത് 3 ഇയർ വാറണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ പ്ലസ് 6 മാസം എക്സ്ചേഞ്ച് വാറണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ, അതിന് കറക്റ്റ് നമ്പർ നോക്കിയിടാം. 90-110 നമ്മുടെ വണ്ടിയുടെ ടയർ ഇട്ടാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ടയറൊക്കെ മാറ്റാനായിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തുക. അപ്പോൾ ടയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളെടുത്ത ടയർ ഇതാട്ടോ. ഈ ടയറിന് പിന്നെ ലൈഫ് ടൈം വാറണ്ടിയാണ് കമ്പനി തരുന്നത് കേട്ടോ. ടോളിൻസ് പറഞ്ഞതിന് മാനുഫാക്ചർ ഡിഫക്റ്റ് എന്തുണ്ടെങ്കിലും ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ടയറിൻ്റെ കമ്പനിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഇതുണ്ട്, ലൈഫ് ടൈം വാറണ്ടി കമ്പനി തന്നെ അവരെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ള കമ്പനിയൊക്കെ 3 വർഷം അങ്ങനെയൊക്കെ കൊടുക്കണുള്ളൂ. ഇത് ലൈഫ് ടൈമാണ് കൊടുക്കുന്നത്. പിന്നെ പുതിയ ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഷീൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ആമാനുള്ളതൊക്കെ പറഞ്ഞാൽ നിൽക്കാനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണത്. ടയർ മിഷീൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. മിഷീൻ്റെ മുകളിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് എഡ്ജൊന്നും പൊട്ടില്ല, പിന്നെ ഡിസ്ക് ബെൻഡാവില്ല. അപ്പോൾ അതിനെക്കൊണ്ട് മിഷീനോട് മുകളിൽ കൊടുക്കണൊക്കെ എപ്പോഴും നല്ലതാണ്. കാരണം ടയറിനൊന്നും സംഭവിക്കില്ല. എന്തായാലും ഇതിപ്പോൾ അമ്മാനുള്ള ഇത് എവിടെ സ്ഥലം ഇതിൻ്റെ ഒറ്റപ്പിലാവാ? ഒറ്റപ്പിലാവിലത്തെ ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ. കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പി റോഡ് പോണ റോട്ടിൽ ഒറ്റപ്പിലാവ് എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റുന്നത്. എത്ര ടയർ വെക്കണേ? 35. വേറെ എത്ര വെക്കാറ്? എത്ര വെക്കണം? 40 വെക്കണോ? 35, 40.
35-40 പൗണ്ട് എയർ വെക്കാന്നാ പറഞ്ഞേട്ടാ. 40 വെക്കാം. പിന്നെ ഡബിൾ ആയിട്ട് പോകുമ്പോൾ അതിന് ലോഡിങ്ങിനൊക്കെ പറ്റിയ ടയറാണ്. പിന്നെ നമ്മൾ ട്യൂബ്ലെസ് വാൽവ് ആയതുകൊണ്ട് വാൽവ് ലീക്ക് ഉണ്ടാകും, എഡ്ജ് ലീക്ക് ഉണ്ടാകുന്നൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കണം. നമ്മൾ പെട്ടെന്ന് ടയർ കുടിക്കിട്ട് പോകരുത്. പിന്നെ ഈ വാൽവ് പഴയതാണെങ്കിൽ അത് ലീക്ക് ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എയർ കുറഞ്ഞ് ഓടി കഴിഞ്ഞാൽ ടയർ ഉടയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഷോപ്പുകളായിട്ട് പോയിട്ട് തന്നെ ടയർ മാറ്റാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇടിക്കണം കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് കറങ്ങാനുള്ള ആ എയറോ നോക്കിയാൽ മതി. അത് അവർ തന്നെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ നോക്കിയിട്ടോളും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ മറന്നു പോയാൽ നമ്മൾ നോർമപ്പെടുത്തി കൊടുത്താൽ മതി. പിന്നെ നെറ്റൊക്കെ ടൈറ്റ് ചെയ്തതിനു ശേഷം കറക്റ്റ് ടൈറ്റ് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ടയറിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ബ്രേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് ബ്രേക്കിങ് ത്രെഡ് കുറച്ച് കുറവുണ്ട്, അതൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ വണ്ടീനെ ടയർ മാറ്റുന്ന സമയത്ത്.